ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് തൃക്കാർത്തിക അഥവാ കാർത്തിക പൗർണമി. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്നു വരുന്ന ദിവസമാണ് ഈ ആഘോഷം നടത്തപ്പെടുന്നത്. ദീപാവലിക്ക് സമാനമായ ആഘോഷമാണിത്. പ്രകാശത്തിൻ്റെ ഉത്സവം. ഇത് ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെയും ഭഗവാൻ മുരുകന്റെയും വിശേഷ ദിവസമായി കണക്കാക്കപ്പെടുന്നു. ഭഗവതി പൂജയ്ക്ക് ഈ ദിവസം നവരാത്രി പോലെ പ്രധാനമാണ്. അതിനാൽ ദുർഗ, ഭദ്രകാളി, മഹാലക്ഷ്മി, ഭുവനേശ്വരി തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിപ്രധാനമാണ്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ദിവസമായി ഇത് കണക്കാക്കപ്പെടുന്നു. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ്. ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം വിശേഷമായി കണക്കാക്കപ്പെടുന്നു. ത്രിപുരരെ വധിച്ചു വരുന്ന പരമശിവനെ പാർവതി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമാണ് എന്ന പുരാണ കഥയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിനാൽ ദീപോത്സവമായി തൃക്കാർത്തിക ആഘോഷിക്കപ്പെടുന്നു. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇതെന്നും വിശ്വാസമുണ്ട്. കേരളത്തിൽ തൃക്കാർത്തിക ആഘോഷം വളരെ വിപുലമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. മലയാളികൾ തൃക്കാർത്തിക ദിവസം വീടും പറമ്പും വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിക്കുന്നു. സന്ധ്യയ്ക്ക് കാർത്തിക ദീപം കത്തിച്ച് നാടെങ്ങും തൃക്കാർത്തിക ആഘോഷിക്കുന്നു. മനസ്സിലെയും വീട്ടിലെയും സകല ദുരിതങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്കുകൾ കത്തിച്ചാൽ ഇല്ലാതാകും എന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണമിയും ചേർന്നു വരുന്ന തൃക്കാർത്തിക ദുർഗാ ഭഗവതിയുടെ ജന്മദിനമായതിനാലാണ് അന്നേ ദിവസം തൃക്കാർത്തിക മഹോത്സവമായി ആചരിക്കുന്നത്. മഹാലക്ഷ്മി ഐശ്വര്യം ചൊരിയുന്ന ദിവസം കൂടിയാണ് തൃക്കാർത്തിക. മഹാലക്ഷ്മിയുടെ അംശമായ തുളസി ദേവിയുടെ ജനനം തൃക്കാർത്തിക ദിവസം ആയിരുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ്. ഇതിനു പുറമെ ശരവണപ്പൊയ്കയിൽ അവതരിച്ച സുബ്രഹ്മണ്യനെ കാർത്തിക ദേവിമാർ എടുത്തു വളർത്തിയത് തൃക്കാർത്തിക ദിവസമായിരുന്നു എന്ന് പുരാണത്തിൽ പറയുന്നു. അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ്. ശ്രീകൃഷ്ണൻ ലക്ഷ്മിയുടെ അംശമായ രാധാദേവിയെ പൂജിച്ച ദിവസമാണെന്നും വിശ്വാസമുണ്ട്. ശിവൻ ത്രിപുര ദഹനം നടത്തിയ ദിവസമാണ് തൃക്കാർത്തിക എന്നും സങ്കല്പമുണ്ട്. തമിഴ് കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തിലെ പൗർണമി നാളിൽ ആണ് കാർത്തിക ദീപം തെളിയിക്കുന്നത്. ചെവിയിലെ ഒരു പെൻഡഡിൻ്റെ ആകൃതിയിലുള്ള ആകാശത്തിലെ 6 നക്ഷത്രങ്ങളുടെ കൂട്ടമായി ഈ നക്ഷത്ര സമൂഹം പ്രത്യക്ഷപ്പെടുന്നു. കേരളത്തിൽ ശക്തി ദേവിയെ സ്വാഗതം ചെയ്യുന്നതിനായി ആഘോഷിക്കുന്ന ഈ ഉത്സവം തൃക്കാർത്തിക എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ കാർത്തിക് പൂർണിമ എന്ന അനുബന്ധ ഉത്സവം മറ്റൊരു രീതിയിൽ ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഇതിനെ ലക്ഷബ്ബ എന്നും വിളിക്കുന്നു.